കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പാൻ ഇന്ത്യൻ പ്രതിഭാസമായിട്ട് വളരാതെ അതിനെ ഡൽഹിയിൽ മാത്രമായിട്ട് ലോക്കലൈസ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു. അതിലുപരി ഈ സമരം അധികം പടർന്ന് പന്തലിക്കുന്നതിന് മുമ്പായിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ സാധിച്ചു. സോറോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ഇവർക്കുണ്ട് എന്ന് കരുതപ്പെടുന്ന അടുത്ത ബന്ധം. പിന്നെ ഈ സമര പരിപാടിയിൽ തന്നെ ജിഹാദി ഗ്രൂപ്പുകളുടെ ഒരു സാന്നിധ്യം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആവേശപ്രകടനം നടത്തിയത് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ഇത്ര വലിയ സമരം ആര് ഫണ്ട് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. അതെ അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. പിന്നെ എന്തുകൊണ്ട് ഇതുവരെ അരാഷ്ട്രീയന്മാരായിരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വരുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഇതുമായിട്ട് സഹകരിച്ചില്ല? കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ ദുർബലപ്പെടുത്താനല്ലാതെ അതിനെ ശക്തിപ്പെടുത്താനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാനുള്ള ധാർമ്മികത എന്താണ് എന്നുള്ള ചോദ്യം വരുമല്ലോ. അല്ലെങ്കിൽ ഇത്ര നാൾ ഇവരെവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യതലസ്ഥാനത്തെ ഇളക്കിമറിച്ച ഉജ്ജ്വല സമരമാണ് CJP നടത്തിയത്. അക്രമത്തിലേക്ക് കടന്നു. ജനങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത കുറേയേറെ ആളുകളുടെ പങ്കാളിത്തം അവിടെ ഉണ്ടായി. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ജനുവിനായ ഒരു വിഷയം ഉയർത്തിക്കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ വലിയൊരു നേട്ടം കൊയ്യുവാൻ അവർക്ക് പ്രത്യക്ഷത്തിൽ സാധിച്ചു. ഇനി അങ്ങോട്ടുള്ള അവരുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും? ഏതൊക്കെ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഇനി അവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്? മറ്റൊരു വിഷയം ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നിന്ന് കേൾക്കാൻ കഴിയുന്നത്, ഈ സമരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എങ്കിൽ തന്നെയും രാഷ്ട്രീയമായി വളരെ ഇഫക്റ്റീവായി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുവാൻ മോദിക്കും കൂട്ടർക്കും സാധിച്ചു എന്നുള്ളതാണ്. അതേസമയം രാഹുൽ ഗാന്ധിയും കൂട്ടരും അമ്പേ പരാജയപ്പെട്ടു ഈ വിഷയത്തിലെ രാഷ്ട്രീയമായ സ്പേസ് മുതലാക്കുന്നതിൽ. ഇടത് പാർട്ടികൾ അവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ സ്വന്തം നാട്ടിൽ, അതായത് കേരളത്തിൽ PSCയിലെ കൊടിയ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടും ഇരിക്കുകയാണ്. ഈ സാഹചര്യമാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. ഡൽഹിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സമരമാണ് CJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാവുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു വലിയ വിജയം നേടിയ CJP എത്രത്തോളം വലിയ ഒരു രാഷ്ട്രീയ ചലനമാണ് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്താണ് അങ്ങേക്ക് CJPയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് തോന്നുന്നത്? CJP എന്ന പ്രതിഭാസത്തെ മാറ്റി നിർത്തിയിട്ട് നോക്കിയാൽ സത്യത്തിൽ ഇങ്ങനൊരു സമരം ഉണ്ടാകാനും സമരം വിജയിക്കാനുള്ള സാഹചര്യം എന്താണ് എന്ന് നോക്കുക. ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാണ് നഗരങ്ങളിലെ ഇടത്തരക്കാർ, അഭ്യസ്തവിദ്യരായ ആളുകൾ, അത്യാവശ്യം ജീവിക്കാൻ നിവൃത്തിയുള്ള ആളുകൾ, ഗ്രാമാന്തരങ്ങളിലുള്ളവരല്ല, പട്ടണങ്ങളിലും പട്ടണ പ്രാന്തങ്ങളിലും താമസിക്കുന്ന ഇടത്തരക്കാർ. അവരുടെയൊക്കെ സമ്പൂർണ്ണമായ പിന്തുണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ BJPക്കാണ് കിട്ടിയത്. ആ വിഭാഗത്തിനിടയിലാണ് വലിയ അസ്വസ്ഥത, വലിയ അസംതൃപ്തി ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയുമായിട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പം നീറ്റ് പരീക്ഷയാണെങ്കിലും മറ്റ് പരീക്ഷയാണെങ്കിലും. അപ്പോൾ ആ വിഭാഗങ്ങൾ അകന്നു പോകുന്നു. യുവാക്കളുടെ ഇടയിൽ വലിയ രോഷം ഉണ്ടായിരിക്കും, വലിയ വിപരീത വികാരം ഉണ്ടായിരിക്കും. ഇത് തിരിച്ചറിയുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് പരാജയപ്പെട്ടു. അല്ലെങ്കിൽ അന്ന് തന്നെ ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉത്തരവാദികളായ ആൾക്കാരെ കണ്ടെത്തുകയും അവരുടെ പേരിൽ കർശനമായ നടപടിയെടുക്കുകയും ഇവരെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് ജയിലിലാക്കുകയൊക്കെ ചെയ്ത് സർക്കാരിന് നേരസ്ഥന്മാരാകാമായിരുന്നു. അതിൽ ബന്ധപ്പെട്ട ആളുകളെല്ലാവരും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, കടുത്ത ശിക്ഷ കൊടുക്കത്തക്ക രീതിയിലേക്ക് പോവുക. അങ്ങനെ ജനങ്ങളുടെ ഒരു വിശ്വാസം വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല. മന്ത്രിയും വേണമെങ്കിൽ ആ കൂട്ടത്തിൽ രാജിവെക്കാതിരിക്കേണ്ട വേറെ വിഷയമാണ്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് ഉടനെ തന്നെ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കും. ഇതൊക്കെ സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ചില ചെപ്പടി വിദ്യകളാണ്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് സർക്കാർ മെനക്കെട്ടില്ല. ഒരുപക്ഷെ അമിതമായ ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം, ഇനിയിപ്പോൾ എന്ത് ചോർന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന അലംഭാവം കൊണ്ടുമായിരിക്കാം. ഏതായാലും അങ്ങനെ ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു നീറിപ്പോകുന്ന പ്രതിഷേധമായിട്ട് നിലനിൽക്കുമ്പോഴാണ് ഈ ചീഫ് ജസ്റ്റിസ് ആനുഷംഗികമായി നടത്തിയ പരാമർശം, അതിനെ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രൂപീകരണം, അതിൻ്റെ നേതാക്കന്മാരുടെ അവതാരം, അവർ ജന്തർ മന്ദറിൽ ഒരു സമരം തുടങ്ങും. ആദ്യഘട്ടത്തിൽ അത് വേണ്ട രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്നില്ല. പെട്ടെന്ന് അത് അക്രമാസക്തമാകുന്നു, പോലീസ് നടപടി ഉണ്ടാകുന്നു, രാഹുൽ ഗാന്ധി ഇടപെടുന്നു, VD സതീശനൊക്കെ
പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം നടത്തും. ഇങ്ങനെയൊക്കെയുള്ള നമുക്കറിയാമല്ലോ, ഞാനിപ്പോൾ ഒന്നും വിശദീകരിക്കട്ടെ. അങ്ങനെ പെട്ടെന്ന് ഇത് ആളിക്കത്തുകയും ജനങ്ങളുടെ ശ്രദ്ധ, മാധ്യമ ശ്രദ്ധ അതിൽ ഭയങ്കരമായിട്ട് തിരിയുകയും മാധ്യമങ്ങൾ പൊതുവെ BJPയെയും മോഡിയെയും പിന്തുണച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളടക്കം ഈ സമരത്തിന് വലിയ കവറേജ് കൊടുക്കുകയും അതൊരു വലിയ അഖിലേന്ത്യാ പ്രശ്നമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ സർക്കാർ ബുദ്ധിപരമായിട്ട് ഈ പരിപാടിയിൽ നിന്ന് പിന്മാറി നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പോകാതെ സർക്കാർ അതെ വളരെ പെട്ടെന്ന് കീഴടങ്ങുകയും അല്ലെങ്കിൽ കീഴടങ്ങിയ ഒരു മട്ട് കാണിക്കുകയും കേസുകൾ പിൻവലിക്കാം എന്ന് ഉറപ്പ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ മന്ത്രി രാജിവെപ്പിച്ചു. അപ്പോൾ ഒറ്റ കേൾവിയിൽ സംഗതി ശരിയാണ്, സമരം വമ്പിച്ച വിജയമായി. പക്ഷേ ഇത് സമരം നീണ്ടുപോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു? മറ്റ് നഗരങ്ങളിലേക്കും പടർന്നു പിടിക്കുന്നു. കാരണം എവിടെയൊക്കെ ഇടത്തരക്കാരുണ്ടോ, എവിടെയൊക്കെ വിദ്യാർത്ഥികളുണ്ടോ, എവിടെയൊക്കെ നഗരപ്രാന്തങ്ങളുണ്ടോ അവിടെയൊക്കെ ഈ വികാരം ഉണ്ടായിരുന്നു. ഇത് ബോംബെയിലും അല്ലെങ്കിൽ മദ്രാസിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ആവർത്തിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് സർക്കാരിൻ്റെ ഈ നടപടി കൊണ്ട് സാധിച്ചു. അപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പാൻ ഇന്ത്യൻ പ്രതിഭാസമായിട്ട് വളരാതെ അതിനെ ഡൽഹിയിൽ മാത്രമായിട്ട് ലോക്കലൈസ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു. അതിലുപരി ഈ സമരം അധികം പടർന്ന് പന്തലിക്കുന്നതിന് മുമ്പായിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ആ വിഷയം ഇല്ലാതെ പിന്നെ പുതിയ നിയമനം കൂടും. അപ്പോൾ അതൊരു വലിയ പ്രസ്ഥാനമായിട്ട് പടർന്ന് പന്തലിക്കാനുള്ള ആ ഇനീഷ്യലായിട്ടൊരു സാഹചര്യം ഇവർ തൽക്കാലത്തേക്ക് അമർച്ച ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. നേരെ മറിച്ച് ഇതേപോലൊരു സംഭവം 10-12 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പ് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് അഴിമതിക്കെതിരായിട്ടുള്ള വികാരം ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ് 3 തവണ അണ്ണാ ഹസാരെ ആ സത്യാഗ്രഹം നടത്തി. 3 തവണയും അതിനെ ഏതെങ്കിലും രീതിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് പരാജയപ്പെട്ടു. ഓരോ തവണ കഴിയും തോറും ഇതിന് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടി. കാരണം അഴിമതിക്കെതിരായ വികാരം വളരെ ശക്തമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അണ്ണാ ഹസാരെയുമായിട്ട് എന്തെങ്കിലും നീക്കുപോക്ക് നടത്തുകയോ അദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുകയോ ചെയ്തെങ്കിൽ ആ സമരം ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ഇവർക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് സത്യത്തിൽ BJP മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയം. ഈ പ്രശ്നത്തെ വിഷയമല്ലാതാക്കുന്നതിൽ അവർ വിജയിച്ചു. ഓക്കെ. അതിനു വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കൊണ്ട് രാജിവെപ്പിച്ചു. അത് താരതമ്യേന ഈ സംഭവത്തിൽ ഉണ്ടാകാമായിരുന്ന വലിയ കാഷ്വാലിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ ചെറിയ കാഷ്വാലിറ്റിയാണ്. താരതമ്യേന കുറഞ്ഞ അപകടമേ അവർക്ക് സംഭവിച്ചുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഏതായാലും ആ ഒരു കാഷ്വാലിറ്റി കുറയ്ക്കാൻ സാധിച്ചു, പരിക്ക് കുറയ്ക്കാൻ സാധിച്ചു. CJPയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഇനിയിപ്പോൾ നേടിയെടുക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നുള്ള തരത്തിൽ കുറേ പട്ടികയൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ എഥനോൾ പെട്രോളിൻ്റെ കാര്യത്തിലും അവർ സമരവുമായി രംഗത്ത് എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയവും ശക്തമാക്കാൻ സാധ്യതയുണ്ട്. ഇവർ ഇനി ഒരു വലിയൊരു രാഷ്ട്രീയ ഫോഴ്സായി മാറുമോ അതോ ഇത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രവുമായി അല്ലെങ്കിൽ സമ്മർദ്ദ ഗ്രൂപ്പായി അവർ നിലനിൽക്കാനാണോ സാധ്യത? അല്ല, ഇവരെ സംബന്ധിച്ചോളം പറഞ്ഞാലും രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രമൊന്നുമില്ല. അതെ. ഇതിനു മുമ്പ് നമ്മളാരും കേട്ടുകേൾവിയില്ലാത്ത കുറേ ചെറുപ്പക്കാർ അവർ വന്നിട്ട് ജെന്വിനായിട്ടുള്ളൊരു വിഷയം ഉന്നയിക്കണം. വിഷയം വളരെ പ്രധാനമായിരുന്നു, അതുകൊണ്ടാണ് സ്വീകാര്യത കിട്ടിയത്. അവർ ഏത് വിഷയം ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തി എന്നുള്ളതല്ല വിഷയത്തിൻ്റെ പ്രാധാന്യം. അവരുയർത്തിയ വിഷയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇനിയിപ്പോൾ പെട്രോളിൻ്റെ കാര്യത്തിൽ അതുപോലൊരു സ്വീകാര്യത പെട്രോൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഭാഗത്തുനിന്നെല്ലാം ഉണ്ടാകട്ടെ. അതുണ്ടാകുമോ എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അവരുടെ ഭാവി സമര പരിപാടികൾ അല്ലെങ്കിൽ അവർ ഭാവിയിൽ ഉയർത്തിക്കൊണ്ടുവരാവുന്ന വിഷയങ്ങൾക്ക് കിട്ടാവുന്ന സ്വീകാര്യത. അപ്പോൾ അഴിമതി പോലത്തെ ഒരു വിഷയമല്ല, അല്ലെങ്കിൽ ചോദ്യക്കടലാസ് ചോർച്ച പോലത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ല ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളിലുണ്ടായിരുന്നു എന്ന് പറയുന്ന മായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഓരോ വിഷയത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് വ്യത്യാസം വരും. അതനുസരിച്ചിട്ടല്ലേ ആളുകളെ ഇളക്കാൻ പറ്റുള്ളൂ, ആളുകളെ ആവേശം കൊള്ളിക്കാൻ പറ്റുള്ളൂ, ആളുകളെ തെരുവിലിറക്കാൻ പറ്റുള്ളൂ. ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് യാതൊരു ആഹ്വാനവും കൂടാതെ ആളുകൾ തെരുവിലിറങ്ങും. അത് ആ സമയത്ത് ഒരു വൈകാരികമായ അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നിർഭയ സംഭവം ഉണ്ടായപ്പോൾ ഓർക്കല്ലേ, അതെ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആഹ്വാനം ഉണ്ടായിരുന്നില്ല. ഡൽഹിയിലെ സ്ത്രീകളെല്ലാവരും തെരുവിലിറങ്ങി സമരത്തിൻ്റെ അന്ന് വരെയുള്ള പ്രോട്ടോക്കോൾ വരെ ലംഘിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭവനിലേക്ക് വരെ സ്ത്രീകൾ തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ സമരം ചെയ്ത് രാഷ്ട്രപതി ഭവനിലേക്ക് പോകാറില്ല. ഈ സ്ത്രീകൾ പോയെന്ന് വെച്ചാൽ ഒന്നാമത് അവർക്ക് എവിടെ വരെ സമരം ചെയ്യാം എന്നുള്ളതിനെ പറ്റി ധാരണ ഉണ്ടായിരുന്നില്ല. രാഷ്ട്രപതി ഭവനിലേക്ക് സമരക്കാർ തള്ളിക്കയറുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണെന്ന് അവർക്ക് അറിയില്ല. രണ്ടാമത് ഇതിന് വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്ത്രീകളുടെ ഇടയിൽ അവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്ക വളരെ വളരെ ശക്തമായിരുന്നു താൻ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ജനമുന്നേറ്റം അവിടെ ഉണ്ടായത്. അത് പിന്നീട് നമ്മൾ കണ്ടല്ലോ ഏതൊക്കെ രീതിയിൽ സർക്കാരിനെ ബാധിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഒരു സമരം വിജയിച്ചു വെച്ച് ഇനി ഇവർ നടത്തുന്ന എല്ലാ സമരം വിജയിക്കും എന്ന് പറയാൻ പറ്റില്ല. സമരം വിജയിക്കണമെങ്കിൽ ഒന്നുകിൽ അതൊരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ സുസംഘടിതമായ സുശക്തമായൊരു
ആ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റും ആകണം അവർ. അതെ അതെ. എന്നാൽ പോലും എന്തുമാത്രം വിജയിക്കുന്നുള്ള വേറെ ചോദ്യം. ഇതങ്ങനെ അല്ലാത്തിടത്തോളം കാലം വെറും ആഹ്വാനം കൊണ്ട് മാത്രം ആളുകളെ തെരുവിലിറക്കാനോ ഇവർ ഉദ്ദേശിച്ച രീതിയിൽ അവരാഗ്രഹിച്ച രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനോ പറ്റിക്കൊള്ളുന്നില്ല. പറ്റാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. സർ, മറ്റൊരു കാര്യം, ഈ CJPയുമായി ബന്ധപ്പെടുത്തി ചില രാഷ്ട്രവിരുദ്ധ ശക്തികളെ റെഫർ ചെയ്ത് കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട്. CJPക്ക് രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പിന്തുണയുണ്ട്, സോറോസിൻ്റെ സഹായം ഇൻഡയറക്റ്റായി അവരിലേക്ക് എത്തുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വാർത്തകളിലൂടെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് അവരുടെ ഭാവി പരിപാടികളെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഇങ്ങനെയുള്ള പ്രചരണം കുറച്ച് നാളായിട്ടുമുണ്ട്, പ്രത്യേകിച്ച് സോറോസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുമായിട്ട് ഇവർക്കുണ്ട് എന്ന് കരുതപ്പെടുന്ന അടുത്ത ബന്ധം. പിന്നെ ഈ സമര പരിപാടിയിൽ തന്നെ ജിഹാദി ഗ്രൂപ്പുകളുടെ ഒരു സാന്നിധ്യം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആവേശപ്രകടനം നടത്തിയത് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. എല്ലാ ടെലിവിഷൻ ചാനലുകാർക്കും ആവേശം ഉണ്ടായിരുന്നു. മാതൃഭൂമിയിലും മനോരമയിലും ഏഷ്യാനെറ്റിലൊക്കെ വലിയ ആഘോഷമായിരുന്നെങ്കിലും ഈ മീഡിയ വൺ ചാനലിലുണ്ടായ പോലെ ഒരു പോയിൻറ്റഡ് അറ്റാക്ക് വേറെ ഒന്നിലും ഉണ്ടായില്ല. അപ്പോൾ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് നരേന്ദ്രമോദിയെ അൺസീറ്റ് ചെയ്യാം എന്നായിരിക്കണം. അതുകൊണ്ടാണല്ലോ ഇത്ര വലിയ ആവേശം പ്രകടിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശക്തികളുടെ സാന്നിധ്യം അത് പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഒരു വിപരീത വികാരമുണ്ട്. ചില ആളുകളുടെ ആവേശം കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിൻ്റെ പുറകിൽ മറ്റെന്തൊക്കെയോ താല്പര്യമുണ്ട്. നമ്മുടെ MA ബേബിയുടെ സുപ്രസിദ്ധമായൊരു വാക്യം കടമെടുത്ത് പറഞ്ഞാൽ ഈ വിപരീതകാലേ വിനാശബുദ്ധി. അതെ, അത് കേട്ടില്ലേ? അതെ അതെ. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് പണ്ടോട്ട് കേട്ട് പഠിച്ചിട്ടുള്ളത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ്. ബേബി സഖാവ് അത് റിവേഴ്സിലാക്കി. വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ളത് വിപരീതകാലേ വിനാശബുദ്ധി എന്നൊക്കെ. അപ്പോൾ ഈ വിപരീതകാലേ വിനാശബുദ്ധിയായിട്ട് വരുന്ന ആളുകളുണ്ടാവും എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് സാധാരണക്കാർക്കുണ്ടാവും. അതിലുപരിയായിട്ട് ഇത്ര വലിയ സമരം ആര് ഫണ്ട് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. അതെ അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. പിന്നെ എന്തുകൊണ്ട് ഇതുവരെ അരാഷ്ട്രീയന്മാരായിരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വരുന്നു എന്നൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഇതുമായിട്ട് സഹകരിച്ചില്ല എന്ന ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എത്ര നാൾ നിലനിൽക്കും, അല്ലെങ്കിൽ എത്ര നാൾ ഇത് എത്ര കാലത്തെ അതിജീവിക്കാൻ കഴിയും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞൂടാ. ഒരു പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രീതിയിലേക്ക് പോയേക്കാൻ സാധ്യതയുണ്ട്. സർ, മറ്റൊരു കാര്യം, ഈ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ചാണ്. അതായത് ഈ പരീക്ഷ നടന്നു, ആ പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്ന വാർത്ത പുറത്തു വരുന്നു, അത് ക്യാൻസൽ ചെയ്യുന്നു, അടുത്ത റീ ടെസ്റ്റ് നടത്തുന്നു. അതിനുശേഷം ഈ ഒരു വിഷയം CJP ഏറ്റെടുത്ത് അവർ ജന്തർ മന്ദറിൽ സമരം നടത്തുകയാണ്, നിരാഹാര സമരം നടത്തുന്നു. പിന്നീട് മൺസൂൺ സെഷൻ തുടങ്ങുന്ന സമയത്താണ് ഇത് അക്രമാസക്തമാകുന്നത്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതൊരു വലിയ വിഷയമാണെന്ന് ബോധ്യമായെന്ന് തോന്നുന്നു. അപ്പോൾ അവർ അത് റെസ്പോണ്ട് ചെയ്യാൻ താമസിച്ചു, ഈ വിഷയം മനസ്സിലാക്കാനും താമസിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അല്ല, വിഷയം അവർക്ക് നേരത്തെ മനസ്സിലായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇങ്ങനെ അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി എന്ന രീതിയിൽ ചില പ്രതിഷേധ പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്നു, രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് അവരത് ടേക്കപ്പ് ചെയ്യാനും അതിന് മുന്നോട്ട് കൊണ്ടുപോകാനോ കൂട്ടാക്കിയില്ല. അതാണ് സത്യം. പിന്നീട് ഇവരുടെ സമരം ക്ലച്ച് പിടിക്കുന്നു, ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് വരുന്നു, മാധ്യമ ശ്രദ്ധ വരുന്നു എന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കയറുന്ന നേതാക്കന്മാരാകാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ അവിടെ എത്തുകയും സമര നേതൃത്വം ഞങ്ങൾക്കാണ് എന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. സത്യത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ ദുർബലപ്പെടുത്താനല്ലാതെ അതിനെ ശക്തിപ്പെടുത്താനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് ഇത് പറയാനുള്ള ധാർമ്മികത എന്താണ് എന്നുള്ള ചോദ്യം വരുമല്ലോ, അല്ലെങ്കിൽ ഇത്ര നാൾ ഇവരെവിടെയായിരുന്നു എന്നൊരു ചോദ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് ഇവർ വന്ന് ഇടപെടുന്നത്. ഏതായാലും അത് വിജയത്തിൽ കലാശിച്ചു. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കൊക്കെ അതിൻ്റെ വിജയം അവകാശപ്പെടും. പക്ഷേ CPMകാർ നേരത്തെ ഉണ്ടായിരുന്നു, DYFI നേതാക്കന്മാർ, MA ബേബി, അവരൊക്കെ സമരരംഗത്ത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഈ വലിയ ഒരു വിജയത്തിൽ ചെറിയൊരു അംശമായിട്ട് മാത്രം അവശേഷിക്കുന്ന കാര്യങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴാണ് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ പണ്ട് ആം ആദ്മി പാർട്ടിയുടെ ഉദയത്തിലേക്കൊക്കെ തന്നെ വഴിവെച്ച വലിയ സമരങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയാതെ ഓർത്തു പോവുകയാണ്. അന്ന് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് പോകുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ ആം ആദ്മി പാർട്ടി വന്നു, ഡൽഹിയിൽ നിന്നും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു, ആം ആദ്മി പാർട്ടി അവിടെ അധികാരം നേടുന്നു, പിന്നീട് അവർ മറഞ്ഞു പോവുകയാണ്. ഈ ഒരു രീതിയിലേക്ക് CJP വളരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് അങ്ങ് കാണുന്നത്? അല്ല, അങ്ങനെ ഒരു വളർച്ച അവരെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.
അവരൊരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പായിട്ടല്ല പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഫോം ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ വലിയ അധ്വാനമുണ്ട്, വലിയ പണച്ചെലവുണ്ട്. ഈ ആം ആദ്മി പാർട്ടി പോലുള്ള പാർട്ടികൾ തന്നെ അത് ക്രൗഡ് ഫണ്ടിങ്ങിനൊക്കെയാണ് വന്നതെന്ന് പറയേണ്ടെങ്കിൽ പോലും അങ്ങനൊരു പാർട്ടി ഉണ്ടാക്കാനും അതിൻ്റെ ഒരു സംവിധാനം ഒരുക്കിയെടുക്കാനൊക്കെ വലിയ അശ്രാന്ത പരിശ്രമമുണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആളുകളുണ്ട്. അവരുടെ ഒരു വിജയകഥയാണ് ആം ആദ്മി പാർട്ടി. കുറച്ചാളൊക്കെ നിലനിന്നു. പിന്നെ ഇങ്ങനെയുള്ള പാർട്ടികളൊന്നും വളരെ കാലം നിലനിൽക്കില്ല, അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് എന്തുമാത്രം ഫലപ്രദമാകും, ഇനിയിപ്പോൾ ഇവർ ഭിന്നിപ്പിക്കുന്ന വോട്ട് ആർക്ക് കൂടുതൽ ദോഷകരമാകും, അതൊരു വിഷയമല്ലേ. ആം ആദ്മി പാർട്ടി വന്ന് അവർ വോട്ട് പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ദോഷം പറ്റിയത് കോൺഗ്രസ്സിനാണ്. ഈ പാർട്ടി വോട്ട് പിടിക്കുകയാണെങ്കിൽ ആരുടെ വോട്ടായിരിക്കും ഭിന്നിപ്പിക്കുക എന്ന വിഷയം അത് വേറെ തീർന്നു. അതെ, ഈ ചിലരൊക്കെ ചില സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെയേറെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ ചോദിക്കുന്നത്, ഇനിയിപ്പോൾ നാളെയോ അല്ലെങ്കിൽ അടുത്ത മാസമോ അടുത്ത വർഷമോ ഒക്കെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോഴെങ്കിലും ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന CJP സ്ഥാപകൻ നേതാവ് അദ്ദേഹം പറയുകയാണ് ഈ വിഷയം വളരെ പക്വമായാണ് കേന്ദ്ര സർക്കാർ ഹാൻഡിൽ ചെയ്തത്, BJP ഹാൻഡിൽ ചെയ്തത്. ക്രമേണ അദ്ദേഹം BJP കൂടാരത്തിലേക്ക് വരുന്നു. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അതിനുള്ള സാധ്യത വല്ലതും അങ്ങ് കാണുന്നുണ്ടോ? ഞാനിത് തന്നെ ആലോചിക്കരുത്. അതിപ്പോൾ ഓർത്താന്ന് വെച്ചാൽ 2015 കാലത്തായിരിക്കണം ഈ ഗുജറാത്തിൽ വലിയ പ്രക്ഷോഭമുണ്ട്, പ്രത്യേകിച്ച് പട്ടേൽ സമുദായക്കാർ, പാട്ടീദാർ സമുദായം. അവിടുത്തെ ഒരു പ്രബല സമുദായമാണ്, ജാതി ശ്രേണിയിൽ സവർണരാണ്. അവർ നടത്തിയ സമരം എന്ന് വെച്ചാൽ അവർ OBCയിൽ പെടുത്തണം, പിന്നോക്ക സമുദായക്കാർക്കുള്ള ആനുകൂല്യം ഇവർക്ക് ലഭ്യമാക്കണം എന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ പട്ടികദാർ സമുദായക്കാർ നരേന്ദ്രമോദിയോട് വളരെ കാലമായിട്ട് ഉള്ളുകൊണ്ട് അനിഷ്ടം വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. അവർ BJPയുടെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടിങ് കാസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് നരേന്ദ്രമോദി ഇഷ്ടമല്ല. അപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ഡൽഹിക്ക് പോകുന്ന ഒരു ഒഴിവിലാണ് ഇവർ അവിടെ സമരം തുടങ്ങിയത്. BJP സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് പോകാമെന്ന് വെച്ചാൽ പിന്നെ അവരുടെ ബേസ് പോയി. കറക്റ്റ്. അത് പ്രധാനപ്പെട്ട കാര്യമുള്ളൂ. അതെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം. അമിത്ഷാ എന്ന് പാർട്ടി പ്രസിഡൻ്റാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് ഈ പട്ടേൽ സമരം, ഈ ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം പരാജയപ്പെടുത്തേണ്ട സർക്കാരിൻ്റെ ഒരു ആവശ്യമായിട്ട് വരും. പിന്നെ അതൊരു ഒത്തുതീർപ്പിലൊക്കെ എത്തി. എങ്കിൽ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ശക്തമായിട്ട് കോൺഗ്രസിനെ പിന്തുണച്ചു, ജിഗ്നേഷ് മേവാനിയുടെ പാർട്ടിയും പിന്തുണച്ചു. അങ്ങനെ വലിയ പിന്തുണയൊക്കെ കിട്ടി. പക്ഷേ അധികം വൈകാതെ ഈ ചെറുപ്പക്കാരൻ പാർട്ടിയുമായിട്ട് തെറ്റുകയും അയാൾ BJPയിൽ ചേരിച്ചു. ഇപ്പോൾ അയാൾ BJPയുടെ MLA ആണ്. ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള നേതാക്കന്മാർക്കൊന്നും പാർട്ടി വിട്ട് പാർട്ടി മാറാനായിട്ട് ഒട്ടും തന്നെ സമയം വേണ്ട. അവർ ഏത് സമയത്തും മാറിക്കളയും. തീർച്ചയായിട്ടും. എന്തായാലും ദേശീയ രാഷ്ട്രീയമാകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് നമ്മൾ പൊളിറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. എങ്കിലും നമ്മുടെ ജന്തർ മന്ദറിലും ആ സമരവേദിയിലൊക്കെ തന്നെ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കൾ, ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ, A റഹീം, അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ്, ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിങ്ങ് കേരളത്തിലേക്ക് നോക്കുമ്പോൾ എന്തു വലിയ കൊടിയ ക്രമക്കേടാണ് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നത്. 1ാം റാങ്കുകാരൻ എഴുതാൻ വിട്ടുപോയ ചോദ്യങ്ങൾ, തെറ്റിച്ച ചോദ്യങ്ങൾ, ഇത് 10 എണ്ണം ഒഴിവാക്കി ബാക്കി എല്ലാ ചോദ്യങ്ങളും വാല്യുവേഷന് വിട്ട ഒരു രീതിയാണ് അവർ നടത്തിയത്. എന്ത് വലിയ ക്രമക്കേടാണ് സാർ. അപ്പോൾ ഈ ഒരൊറ്റ ക്രമക്കേടിൻ്റെ കാര്യം ഇങ്ങനെ പുറത്തു വരുമ്പോൾ എത്രയോ ക്രമക്കേടുകൾ അവർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തിയിട്ടുണ്ടാകണം എന്നുള്ള ചോദ്യവും വരുന്നു. കേരളത്തിൽ PSC ക്രമക്കേട് ഇങ്ങനെ വലിയൊരു എവറസ്റ്റായി നിൽക്കുമ്പോഴാണ് അവർ ഡൽഹിയിൽ പോയി സമരം ചെയ്തത്. എന്ത് തോന്നുന്നു അങ്ങേക്ക്? അതൊക്കെയാണ് നമ്മുടെ തമാശ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇത്ര വലിയ ക്രമക്കേടിനെക്കുറിച്ച് യുവാക്കൾ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന സമരം ചെയ്യുകയും പത്രങ്ങളിൽ വരികയും കോടതി ഇടപെടുന്ന ഘട്ടം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ A റഹീമും ജോൺ ബ്രിട്ടാസും മുണ്ടും മടക്കി കുത്തി. അതെ, ജന്തർ മന്ദറിൽ സമരത്തിന് പോയി കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കുക, MA ബേബി വൃദ്ധക്കാരോട്ടൊക്കെ സമരപ്പന്തൽ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത് സത്യത്തിൽ കോമാളിത്തരം എന്നല്ലാതെ എന്താ പറയുക. ഈ PSC എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിശ്വാസ്യതയുള്ള അപൂർവത്തിൽ അത്യപൂർവം പൊതു സ്ഥാപനങ്ങളിൽ ഒന്നാണ് കേരള ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ കേരള PSC. ആ PSCയെ ഇങ്ങനെ ഒരു പ്രഹസനമാക്കി അതിനെ തകർത്ത് ഉദ്യോഗാർത്ഥികളുടെ ആശ തല്ലിക്കെടുത്തുന്ന ഒരു നീക്കത്തിലേക്ക് പോയി. അതിന് PSC ചെയർമാനടക്കം, അതാണ് പ്രധാനം. PSCയിലായാലും ജോലിക്കാരല്ല, PSC ചെയർമാനും ചില ഉത്തരവാദിത്തമുള്ള മെമ്പർമാരും അടക്കം ഗൂഢാലോചന നടത്തി ക്രമക്കേട് നടത്തി എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി. എന്നിട്ടും ഈ ചെയർമാൻ രാജിവെച്ചിട്ടില്ല. അതേ ഒരു സഖാവാണ്. PSC ചെയർമാൻ ഇപ്പോൾ തുടരുന്നു, മെമ്പർമാരായിട്ട് തുടരുന്നു. അതെ.
അവരെ സർക്കാരിനെ അവരിന്ന് ചവിട്ടി പുറത്താക്കാനായിട്ട് ചില വ്യവസ്ഥകളുണ്ട്. അത് പുറത്താക്കാൻ നിവൃത്തിയില്ല. കാരണം ഭരണഘടനാപരമായ ചില സംരക്ഷണങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ഈ നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത ആൾക്കാരെ മാറ്റാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാനുള്ള ഉത്തരവാദിത്വമില്ല. അത് ഡിവൈഎഫ്ഐക്കാർക്ക് സമരം ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ നോമിനിയാണ് ഈ PSC ചെയർമാൻ. പക്ഷേ മറ്റ് സംഘടനകളെങ്കിലും ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയട്ടെ. ഇങ്ങനെ ഇത്രയും എന്താണ് ഈ പ്രതികരണശേഷി ഇല്ലാതായി പോയൊരു ജനതയാണ് കേരളത്തിൽ. അവിടെ നിന്നുള്ള നേതാക്കന്മാരാണ് ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം നടത്തും, ഫോട്ടോ എടുത്ത് പത്രത്തിലിടും. മറ്റുള്ള നേതാക്കന്മാർ ഇവിടെ നിന്ന് ഡൽഹിക്ക് കരമാർഗം അല്ലെങ്കിൽ വായുമാർഗം സഞ്ചരിച്ച് അവിടെ ചെന്ന് വീണ്ടും ലേള ആരംഭിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോമാളിത്തരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല സർ, ഈ ഒരു വിഷയത്തിൽ ഇത്രയും വലിയ വാർത്തയാണ് ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകേണ്ടതല്ലേ? ജനങ്ങളുടെ കണ്ണിൽ പൊടി, ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും എന്തെങ്കിലും ഒരു നടപടി. കാരണം അങ്ങ് പറഞ്ഞതുപോലെ എല്ലാവരുടെയും പ്രതീക്ഷയാണ്, വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. എന്ത് വലിയ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ രണ്ട് പ്രശ്നങ്ങളുള്ളൂ. ഒന്നാമത് അനർഹരായ ആളുകൾ, അത് ചെറിയ പോസ്റ്റിലൊന്നുമല്ല. അതെ, പണ്ട് 2 SFIക്കാർ കോപ്പിയടിച്ച് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റിൽ വന്ന പോലെയല്ല. അത് വെറും 2 പേരാണ്, എൻ്റെ പോലീസ് കോൺസ്റ്റബിളാണ്. ഇതങ്ങനെയല്ലോ, വളരെ പ്രധാനപ്പെട്ട ചില പദവികളിലേക്ക് നടത്തുന്ന പരീക്ഷ. ഇപ്പോൾ KAS പരീക്ഷ എന്ന് നോക്കിയാൽ മതി, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇതിൽ നിയമനം കിട്ടിയ നല്ലൊരു ഭാഗം ആൾക്കാർ CPMകാരും പാർട്ടി സഖാക്കളുമാണ്, അല്ലെങ്കിൽ സഖാക്കന്മാരുടെ മക്കളാണ്. എങ്ങനെ ഇവർക്ക് കിട്ടി? അന്ന് തന്നെ ആളുകൾ പലതും അടക്കം പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഒരു തെളിവില്ല. പക്ഷേ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഇവർ വലിയ ഇടപെടൽ നടത്തുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, അതായത് ഈ സെലക്ഷൻ പ്രോസസ്സ് തന്നെ വെറും പ്രഹസനമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് ആ PSC ചെയർമാനെ അയാൾ ഇരിക്കുന്ന കസേരയോടുകൂടി അവിടുന്ന് ചവിട്ടി പുറത്താക്കുക എന്നുള്ളത്. അതിന് പക്ഷേ സാങ്കേതികമായ ചില വൈതരണികളുണ്ട്. കാരണം ഇതൊരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. അതെ അതെ അതെ. എന്നാൽ പോലും കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണമെങ്കിൽ നിങ്ങളുടെ സേവനം കൊണ്ട് ഞങ്ങൾ മടുത്തിരിക്കുന്നു, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കേരള സംസ്ഥാനത്തിനും സർക്കാരിനും ഉദ്യോഗാർത്ഥികൾക്കും നല്ലത് എന്ന് അദ്ദേഹത്തോട് പറയാൻ തയ്യാറായിരുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി ഒന്നും അങ്ങനെ പറയേണ്ടതായിരുന്നു. പക്ഷേ ഇത്രയും വീഴ്ചകളുടെ പരമ്പര ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ അത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭം നടന്നു. കേരളത്തിൽ പക്ഷേ ഒന്ന് UDF ഭരിക്കുന്നു, അന്ന് 10 വർഷം ഭരിച്ച LDF ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നു. അവർ ആകെ മുഖം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ജനങ്ങളുടെ വിശ്വാസം ഇനി വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഇടതുപക്ഷത്തിന് ബദലായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റ് ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ലെന്ന് തോന്നുന്നു. അതിന് നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി കെട്ടിപ്പടുക്കുക എന്ന് വെച്ചാൽ അതിന് അധ്വാനം വളരെയധികം വേണം, അതിനേക്കാളും പണം ധാരാളമായിട്ട് വേണം. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നടക്കാത്തത്. അതെ അതെ. എന്തായാലും UDF ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിച്ചോട്ടെ. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഴ്ചകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിലെ വീഴ്ച നമ്മൾ കണ്ടതാണ്. അത് എങ്ങനെ പരിഹരിച്ചു എന്ന് നമുക്കറിയാം NDA സർക്കാർ. കേരളത്തിൽ ഇത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ കേട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു LDFന്. UDF നന്നായി ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിൽ ആണ്. ഇതിൻ്റെ ഇടയിൽ ഈ നേട്ടം കൊയ്യാൻ സാധിക്കാതെ പോകുന്നൊരവസ്ഥയിലാണോ BJP? അതോ അവർ സൈലൻ്റായി വർക്ക് ചെയ്യുന്നുണ്ടാവുമോ? അല്ല, ഈ ഘട്ടത്തിലൊന്നും വലിയ വർക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ ഒരു സംഗതി ജനങ്ങളുടെ ഇടയിൽ മനസ്സിലുണ്ടല്ലോ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിലും ഈ ഒരു വികാരം അവർ ആ സമയത്ത് പങ്കുവയ്ക്കും. ഓക്കെ. തെരഞ്ഞെടുപ്പ് 5 കൊല്ലം അകലെയാണെന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇത് വിഷയമാക്കാത്തത്, BJPക്കാർ അതുമ്പോൾ കയറി പിടിക്കാത്തത്. പക്ഷേ ഇത് ആത്യന്തികമായിട്ട് ജനങ്ങളുടെ മനസ്സിലിങ്ങനെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. കാരണം ചെറിയ സംഭവമല്ല. അപ്പോൾ അത് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തെ ഞെട്ടിച്ച ശക്തമായ സമരം നടത്തിയ CJPയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശക്തമായ ചോദ്യങ്ങളായി ഇനിയും വരും ദിവസങ്ങളിൽ ഉയർന്നു വരാനുള്ള സാധ്യത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കുറേയേറെ വാർത്തകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതൊന്ന്. 2, ഈ വിഷയത്തെ വളരെ വൈദഗ്ധ്യത്തോടു കൂടിയാണ് നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ ഹാൻഡിൽ ചെയ്തത് എന്ന് പറയാതെ വയ്യ. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഒരു വീഴ്ച പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തു. കേരളത്തിലേക്ക് നോക്കുമ്പോൾ PSCയിൽ നടന്ന ക്രമക്കേട് കണ്ടില്ലെന്ന് നടിച്ചിട്ടാണോ അതോ അതിൽ നിന്നും ഓടി ഒളിച്ചിട്ടാണോ എന്നറിയില്ല. കേരളത്തിലെ കുറേ ഇടത് നേതാക്കൾ ഡൽഹിയിലെത്തി അവിടുത്തെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നടന്ന സമരത്തിൽ പിന്തുണ അറിയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസും ഇടത് പാർട്ടികളും ഒക്കെ തന്നെ വലിയ പാരമ്പര്യമുള്ളവരാണ്, ചരിത്രമുള്ളവരാണ്. ഇവർക്കൊക്കെ തന്നെ പിന്നിലല്ലേ യുവജനങ്ങൾ അണിനിരക്കേണ്ടിയിരുന്നത് എന്നാണ്
അവരുടെ നേതാക്കളോട് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. എന്തായാലും ഡൽഹി രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ഓരോരുത്തരുടെയും. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.